എൻ്റെ ടോപ്പിക്ക് വേരിയേഷണൽ മെത്തേഡ് ഫോർ ബൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ വേരിയേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേരിയേഷണൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ സിസ്റ്റം ഹൂസ് ഹാമിൽട്ടോണിയൻസ് ആർ നോൺ ബട്ട് ദേ കനോട്ട് ബി സോൾവ്ഡ് എക്സാക്ട്ലി ഓർ ബൈ എ പെർട്ടർബേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വേരിയേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നോൺ ആയിരിക്കും. ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ വേവ് ഫങ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടി പെർട്ടർബേറ്റീവ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് വേരിയേഷണൽ മെത്തേഡ്. അപ്പോൾ in this method at first the wave function is to be assumed and then variational principle is applied. അപ്പം കാരണം വേവ് ഫങ്ഷൻ അൺനോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ വേവ് ഫങ്ഷൻ അസ്യൂം ചെയ്യും ആൻഡ് ദെൻ വേരിയേഷണൽ പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ആൻഡ് ദിസ് വേരിയേഷണൽ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ വേരിയേഷണൽ പ്രിൻസിപ്പിൾ. വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ ഇൻ എനി നോർമലൈസ്ഡ് ആർബിട്രറി സ്റ്റേറ്റ് എന്നാണ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് വേരിയേഷണൽ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് വേരിയേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്രോക്സിമേഷൻ. അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വേരിയേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്നാണ്. അപ്പോൾ ഇതിൽ വേരിയേഷണൽ മെത്തേഡിൽ ഒരു അപ്രോക്സിമേഷൻ ചെയ്യുന്ന വെച്ചാൽ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി നമ്മൾ വേവ് ഫങ്ഷൻ തരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ട്രയൽ വേവ് ഫങ്ഷൻ അസ്യൂം ചെയ്തിട്ട് ഒരു അപ്രോക്സിമേഷൻ നടത്തുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് അപ്രോക്സിമേറ്റഡ് ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്, മിനിമം വാല്യൂ ഓഫ് എച്ച് എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അത് പറയാം, ദിസ് മെത്തേഡ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഈ വേരിയേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു ട്രയൽ വേവ് ഫങ്ഷൻ അസ്യൂം ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ വേരിയേഷണൽ ഇക്വേഷൻ ഈസ് ടേക്കൺ ടു ബി ഓഫ് ദ ഫോം ഡെൽ ഇ സൈ ഈക്വൽ ടു 0. ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു 0. അതായത് ചേഞ്ചിങ് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആണ് ഇവിടെ ഈ മെത്തേഡിൽ നമ്മൾ എടുക്കുന്നത്. വേർ ഇ ഓഫ് സൈ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി ഇൻ ദ സ്റ്റേറ്റ് സൈ. നമുക്കറിയാം ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു ബ്രാസൈ എച്ച് കെറ്റ് സൈ ബൈ ബ്രാസൈ കെറ്റ് സൈ. അതായത് പിന്നെ ബ്രാസൈ കെറ്റ് സൈ എന്ന് പറയുന്നതൊരു പിന്നെ നോർമലൈസ്ഡ് ഫങ്ഷൻ ആണെങ്കിൽ നമുക്കത് ബ്രാസൈ കെച്ച് സൈ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൈ ഈക്വൽ ടു ബ്രാസൈ എച്ച് കെച്ച് സൈ എന്ന് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം, സൈ എന്ന് പറയുന്നത് വേരിയേഷണൽ വേവ് ഫങ്ഷൻ ഓർ ട്രയൽ ഫങ്ഷൻ വിച്ച് ഈസ് നോർമലൈസ്ഡ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ദ മെത്തേഡ് വുഡ് കൺസിസ്റ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ഇ സൈ വിത്ത് എ ട്രയൽ ഫങ്ഷൻ ആൻഡ് ദെൻ വേരിയിങ് സൈ അണ്ടിൽ ഇ സൈ ഈസ് എ മിനിമം. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ട് എനർജി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. വിത്ത് ട്രയൽ വേവ് ഫങ്ഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ വേരിയിങ് സൈ അണ്ടിൽ ഈ സൈ ഈസ് എ മിനിമം. പിന്നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന എനർജീൻ്റെ മിനിമം ആയിരിക്കും. അപ്പോൾ ഈ എനർജി മിനിമം ആവണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ട്രയൽ വേവ് ഫങ്ഷൻ മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സൈ മിനിമം കിട്ടുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ലെറ്റ് സൈ 0 ബി ദ സൈ വിച്ച് കറസ്പോണ്ട്സ് ടു ദിസ് മിനിമം ദെൻ ഇ ഓഫ് സൈ 0 ഇസ് ഈക്വൽ ടു ബ്രാസൈ എച്ച് കെറ്റ് സൈ ബൈ ബ്രാസൈ കെറ്റ് സൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ 0. അതായത് സൈ 0 നമ്മൾ മിനിമൈസ് ചെയ്ത ആ സൈ എന്ന് പറയുന്നത് സൈ 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് എനർജി ഈ സൈ 0 എന്ന് പറയുന്നത് ഒറിജിനൽ എനർജി ഈ 0നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ 0 ഒറിജിനൽ എനർജിയാണ്. നൗ ലെറ്റ് ട്രയൽ ഫങ്ഷൻ സൈ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സ് ആൽഫ ബീറ്റ. അതായത് പിന്നെ ഇപ്പം ആൽഫ വിച്ച് കൺസിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആൽഫ ബീറ്റ ആണെങ്കിൽ നമുക്ക് സൈനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സൈ ഈക്വൽ ടു സൈ ഓഫ് ആർ സ്പേസ് കോർഡിനേറ്റ് ആർ പിന്നെ സം കോൺസ്റ്റൻറ്റ് ആൽഫ ബീറ്റ ഈ ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ എനർജി ഇ സൈ ഈക്വൽ ടു ബ്രാസൈ എച്ച് കെറ്റ് സൈ
ഡിനോമിനേറ്ററിൽ നോർമലൈസ്ഡ് ആയതുകൊണ്ട് അത് 1 ആയതുകൊണ്ട് ബ്രാസ് ഐ എച്ച് കെച്ച് ഐ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടിയാൽ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ആർ ആൽഫ ബീറ്റ എച്ച് സൈ ഡി ക്യൂബ് ആർ, അങ്ങനെ ആറിൻ്റെ ടേമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ആറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ആറായതുകൊണ്ട് നമ്മളെ ആറിൻ്റെ ടേം മൊത്തം പോവും. അപ്പം നമുക്ക് കിട്ടുന്നത് ജെ ഓഫ് ആൽഫ ബീറ്റ ഫോമിലായിരിക്കും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സൈൻ്റെ വേരിയബിൾസാണ്. അപ്പം സൈ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമൈസ് ചെയ്ത ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സൈ സീറോ ഈസ് ഈക്വൽ ടു സൈ ഓഫ് ആർ ആൽഫ സീറോ ബീറ്റ സീറോ. ആ ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും മിനിമം വാല്യൂ ആയിരിക്കും നമ്മളെ മിനിമൈസ് ചെയ്ത ആ വേവ് ഫംഗ്ഷന് ഉണ്ടാവുക. ദെൻ ഈ സൈ സീറോ അതൊക്കെ കറസ്പോണ്ട്സ് എനർജി എന്ന് പറയുന്നത് ഈ സൈ സീറോ ഈസ് ഈക്വൽ ടു ജെ ഓഫ് ആൽഫ സീറോ ബീറ്റ സീറോ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ സൈനെയാണ് മിനിമൈസ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ്റെ വേരിയബിൾ ആയിട്ടുള്ള ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും ടേമിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ അതിന് ഈക്വൽ ടു 0 കൊടുത്താൽ അത് മിനിമം ആവുള്ളൂ. അവിടെ അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. വേർ ആൽഫ സീറോ ബീറ്റ സീറോ ആർ ദ വാല്യൂസ് ഓഫ് ആൽഫ ബീറ്റ. അത് മിനിമം വാല്യൂ ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും മിനിമം വാല്യൂ ആണ് ആൽഫ സീറോ ബീറ്റ സീറോ. പിന്നെ സൈ സീറോ ഇസ് ദ മിനിമം വേവ് ഫംഗ്ഷൻ ഫോർ വിച്ച് ദ ഇൻ്റഗ്രൽ വാല്യൂ ഇസ് മിനിമം. ദെൻ ഞാൻ പറഞ്ഞു പിന്നെ സൈയാണ്. അപ്പം ഡോ ജെ ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ സീറോ ഈക്വൾ ടു ഡോ ജെ ബൈ ഡോ ബീറ്റ അറ്റ് ബീറ്റ സീറോ ഈക്വൾ ടു 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഒരു പ്രോബ്ലം ചെയ്താൽ ഇത് മനസ്സിലാവും. ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പ്രോബ്ലം ഇത്. ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ യൂസിങ് വേരിയേഷണൽ മെത്തേഡ്. ട്രയൽ വേവ് ഫംഗ്ഷൻ ഈസ് എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ വേർ ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയൽ വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നൗ ടു നോർമലൈസ് സൈ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് എ ഉണ്ട്, അതിന് നമ്മൾ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി ഡോ ഇസ് ഈക്വൽ ടു 1 ഫോമിൽ നമ്മൾ എഴുതിയാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. രണ്ടിൻ്റെ സൈ സ്റ്റാർ സൈ രണ്ടും ഒന്ന് തന്നെ വരില്ലേ. അപ്പം എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുത്താൽ എ സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ ഇ റേസ് ടു മൈനസ് 2 ആൽഫ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓൺ സോൾവിങ് നമ്മൾ ആ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എ ഈസ് ഈക്വൽ ടു 2 ആൽഫ ബൈ പൈ ഹോൾ റേസ് ടു 1/4 എന്ന് കിട്ടും. So normalized trial wave function is psi of x is equal to എൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ 2 ആൽഫ ബൈ പൈ ഹോൾ റേസ് ടു 1/4 എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. നമ്മളെ ട്രയൽ വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. എനർജി എന്ന് പറയുന്നത് എച്ച് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ടി പ്ലസ് വി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് ടി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയാൽ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ടി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടി പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി എന്ന് കിട്ടും. അപ്പം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടി ഫസ്റ്റ് കൈനറ്റിക് എനർജീൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ബ്രാസ് ഐ ടി കെച്ച് സൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ടി സൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നത് പിന്നെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറാണ്. അപ്പം ഇത് സൈ എന്ന് പറയുന്നത് 2 ആൽഫ ബൈ പൈ ഹോൾ റേസ് ടു 1/4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്ലൈ ചെയ്താൽ
integral minus infinity to plus infinity to alpha by pi whole raised to 1/4 e raised to minus alpha x square into h cross square by 2m into d square by dx square into 2 alpha by pi whole raised to 1/4 e raised to minus alpha x square dx എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുത്താൽ പിന്നെ 2 ആൽഫ ഈ ഫസ്റ്റത്തെ 2 ആൽഫ കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കാം മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു 2 ആൽഫ ബൈ പൈ ഹോൾ റേസ് ടു 1/2 രണ്ടും കൂടി എടുത്താൽ 2 ആൽഫ ബൈ പൈ ഹോൾ റേസ് ടു 1/4 രണ്ടും കൂടി എടുത്താൽ ഹോൾ റേസ് ടു 1/2 കിട്ടും. മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2 ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ മേലെ അത് ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ മുന്നിലൊരു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മാത്രമേ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ടേമിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഓൺ സോൾവിങ് വി ഗെറ്റ്, അപ്പോൾ ഇതിനെ രണ്ടാമത്തെ ടേമിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടി എന്ന് പറയുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ആൽഫ ബൈ 2m എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബ്രാസൈ വി കെച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ വി സൈ ഡി എക്സ്. അപ്പോൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ half m omega square to alpha by pi whole raised to 1/2 integral minus infinity plus infinity e raised to minus 2 alpha x square dx എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ 2 ആൽഫ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടിയും കിട്ടി, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വിയും കിട്ടി. അപ്പോൾ അത് ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ആൽഫ ബൈ 2m പ്ലസ് എം ഒമേഗ സ്ക്വയർ ബൈ 8 ആൽഫ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സൈൻ്റെ വേരിയബിളാണ് ആൽഫ. അതിനെ മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് സൈനെ മിനിമൈസ് ചെയ്യാൻ കഴിയും. സൈനെ മിനിമൈസ് ചെയ്താൽ നമ്മളെ എനർജി മിനിമം ആവുള്ളൂ. അപ്പോൾ മിനിമൈസിങ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ, നമ്മൾ ഈ ടേമിൽ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ബൈ ഡി ആൽഫ ഓഫ് എച്ച് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. വി ഗെറ്റ്, അപ്പം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആകുമ്പോൾ കിട്ടുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ 8 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0. അതിൽ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ കിട്ടും. ഈ ആൽഫേൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്, അതായത് ഇക്വേഷൻ 5ൽ അപ്ലൈ ചെയ്താൽ എച്ച് മിനിമം, അപ്പം മിനിമം വാല്യൂ ഓഫ് എനർജി നമുക്ക് കിട്ടി. മിനിമം ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ ബൈ 4 പ്ലസ് എച്ച് ക്രോസ് ഒമേഗ ബൈ 4 ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് കിട്ടും. അപ്പം നമ്മൾ ദിസ് ഗിവ്സ് ദ എക്സാക്റ്റ് എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. അതായത് നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് E0 ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗയാണ്. അപ്പോൾ അവിടെ n ഈക്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുമ്പം n ഈക്വൽ ടു 0. അപ്പോൾ E0 എന്ന് പറയുന്നത് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ തന്നെയാണ്. അപ്പം നമുക്കിവിടെ കിട്ടിയതും എച്ച് ക്രോസ് ഒമേഗ, ഹാഫ് എച്ച് ക്രോസ് ഒമേഗ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ അസ്യൂം ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് രണ്ടും സെയിം ആണെന്നാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് വേരിയേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്.